പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കിയേ. കഴിഞ്ഞ പകൽ കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് തന്നു. അതുകൊണ്ടല്ലേ നമ്മൾ സുരക്ഷിതരായിരുന്നത്. കരമുയർത്തി ആ നല്ല ദൈവിക സംരക്ഷണത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം കർത്താവ് നമുക്ക് നല്ല ഉറക്കം തന്നില്ലേ? കർത്താവിനൊരു സ്തോത്രം പറ. കരമുയർത്തി പറ, കർത്താവെ, രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയില്ലേ? കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ. ആ കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ പ്രഭാതി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മളെ നടത്തുന്ന പൊന്നു കരം കർത്താവിൻ്റെ കരമാണ്. നാം 118-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 4-ാമത്തെ വാക്യം പറയാം, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് യഹോവ ഭക്തർ പറയട്ടെ. അതിന് 15-ാമത്തെ വാക്യം പറയുന്നു, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഈ വാക്യം ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിലും സംഭവിക്കട്ടെ. ആമേൻ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ. കർത്താവിൻ്റെ വലങ്കൈ ഇന്ന് നിങ്ങൾക്കായി വീര്യം പ്രവർത്തിക്കുന്ന പകലായി മാറട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട 3-ാം ദിവസത്തിനായിട്ട് സ്തോത്രം. പുതുവർഷത്തിൻ്റെ 3-ാം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അപ്പയെ ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പോൾ അങ്ങ് കരുണയുള്ള അപ്പയ, അങ്ങ് സ്നേഹമുള്ള അപ്പയ, അങ്ങ് മനസ്സലിവുള്ളവന്. ആമേൻ. ഈ വയറിൻ്റെ അടിഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്ന ചിലർ ഇന്ന് പ്രഭാതത്തിൽ സൗഖ്യമാവുകയാണ്. താങ്ക് യു ജീസസ്. വയറിൻ്റെ അടിഭാഗത്ത് ആമേൻ ആമേൻ വേദനയാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക, പൂർണ്ണ ആരോഗ്യം പ്രാപിക്കുക. അതുപോലെ കർത്താവേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ തലകറക്കമുണ്ടാകുന്നവർ, അവൻ പെട്ടെന്ന് കിടക്കുമ്പോൾ തലകറക്കമുണ്ടാകുന്നവർ, ഇവരെയൊക്കെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ, ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. ആമേൻ. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിലും ഇന്നത്തെ പകൽക്കാലം ദൈവിക കൃപ അനുഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകട്ടെ, യൂണിറ്റി ഉണ്ടാകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് റിബല്യനെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. ഭവനങ്ങളുടെ അകത്തെ സമാധാനം കെടുത്തുന്ന, സ്വസ്ഥത കെടുത്തുന്ന എല്ലാ ദുഷ്ട സ്പിരിറ്റും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ദൈവിക സമാധാനവും സ്വസ്ഥതയും ഭവനങ്ങൾക്കകത്തുണ്ടാകട്ടെ. അതുപോലെ കർത്താവ്, ജോലിയില്ലാത്തവരുണ്ട്, കർത്താവ് വഴി തുറക്കുന്നതിനായിട്ട് വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, ആമേൻ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നാളെ ലോകമെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം ആമേൻ വലിയ പ്രത്യേകമായ നന്മകൾ കൊണ്ട്, സ്പെഷ്യലി ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ്സിനാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 2026 പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ഇത് ഇയർ ഓഫ് ഓവർഫ്ലോയിങ്. അപ്പം ഈ ഇയർ ഓഫ് ഓവർഫ്ലോയിങ്ങിൽ അവൻ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൽ ദൈവികമായ എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകട്ടെ. ആമേൻ. നമുക്കിന്ന് 23-ാം സങ്കീർത്തനത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ വാഗ്ദത്ത വചനം അവിടെയാണ് കിടക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, യഹോവ നമ്മുടെ ആരാകുന്നു? നമ്മുടെ ഇടയനാകുന്നു, അതുകൊണ്ട് നമുക്ക് മുട്ടുണ്ടാകത്തില്ല. അപ്പം ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഓവർഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവിഞ്ഞൊഴുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ചിന്തിച്ചോളും പൈസ അല്ലെങ്കിൽ സാമ്പത്തികമായ മാത്രമല്ല. ഓവർഫ്ലോ എന്ന് പറയുന്നത് ഈസ് ദ ഔട്ട്കം ഓഫ് റിലേഷൻഷിപ്പ്. ഇടയനുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ലൈഫിൽ ഓവർഫ്ലോ കൊണ്ടുവരുന്നത്. ദാവീദ് പറഞ്ഞത് കർത്താവ് എനിക്കെല്ലാം തരുമെന്നല്ല പറഞ്ഞത്. ദാവീദ് പറഞ്ഞത് ഹീസ് മൈ ഷെപ്പേർഡ്, അവൻ എൻ്റെ ഇടയനാകുന്നു എന്നാ പറഞ്ഞത്. അവൻ എൻ്റെ ഇടയനാകുന്നു എന്നാ പറഞ്ഞത്. സോ റിലേഷൻഷിപ്പ്, ഇടയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ പ്രൊവിഷൻസ് എല്ലാം, ആവശ്യങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് ആവശ്യങ്ങളെല്ലാം നമുക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്തിനാ ആവശ്യം ആഗ്രഹമോ അതെല്ലാം ഒഴുകി വരും. അപ്പം ഒന്നാമത് ഓവർഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഷെപ്പേർഡ്. അപ്പം നമ്മുടെ ഇടയനുമായിട്ടുള്ള ബന്ധത്തിനനുസൃതമായിട്ടാണ് ഓവർഫ്ലോ സംഭവിക്കുന്നത്. അപ്പം 23-ാമത്തെ സങ്കീർത്തനത്തിന് 5-ാമത്തെ വാക്യം പറഞ്ഞു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. കാരണം എൻ്റെ കൂടെ ആരുള്ളത് കൊണ്ടാണ്? ഇടയൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. അപ്പം ഈ ദൈവരാജ്യത്തിലൊരു പ്രത്യേകതയാണ്, ഇടയനുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ചാണ് ആ റിസോഴ്സുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. സോ യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. യോഹന്നാൻ്റെ സുവിശേഷം 10:27 പറഞ്ഞു. ആമേൻ. എല്ലാവരും എൻ്റെ ശബ്ദം കേൾക്കുമെന്നല്ല പറഞ്ഞത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുക. അപ്പം കേൾക്കുക എന്ന് പറയുന്നത് ആ ഇൻറ്റിമസിയുടെ ഒരു അടയാളമാണ്. ആമേൻ. കേൾക്കുന്നത് ഇൻറ്റിമസി, അതായത് ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പം ഈ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യണമെങ്കിൽ ഇടയനുമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? റിലേഷൻഷിപ്പ് വേണം. അപ്പോൾ ഈ പുതുവർഷം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓവർഫ്ലോയിങ് ബ്ലെസ്സിങ് എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ. നമുക്ക് നമ്മുടെ നല്ല ഇടയനുമായിട്ട് എന്തുണ്ടാകണം? നല്ല ബന്ധമുണ്ടായിരിക്കണം. ആ ബന്ധത്തിനനുസൃതമായിട്ടാണ് ഒഴുക്കുണ്ടാകുന്നത്. അപ്പോൾ ബന്ധമുണ്ടാകണമെങ്കിൽ, ഈ ലോകത്തിലൊരു മനുഷ്യനോട് നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിലും കർത്താവിനോട് നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിലും 2-3 പോയിന്റുകൾ പറയാം. ഒന്ന്, സ്പെൻഡിങ് ടൈം, അതായത് ദിവസവും നമ്മുടെ ഇടയനുമായിട്ടുള്ള സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. സങ്കീർത്തനം 63:1 ദാവീദ് പറഞ്ഞു, ഞാൻ അധികാലത്ത് അങ്ങയെ അന്വേഷിക്കും. അപ്പം റിലേഷൻഷിപ്സ് ഗ്രോസ് ബൈ കൺസിസ്റ്റൻറ്റ് ടൈം, അതായത് നിരന്തരമായി നമ്മൾ കർത്താവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ബന്ധം വർദ്ധിക്കും. ഇപ്പോൾ നമ്മൾ ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുകയും അവരോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നിലനിർത്താൻ പറ്റും. ഇല്ല, വർഷത്തിലൊരിക്കൽ ന്യൂ ഇയറിന് മാത്രം വിളിക്കുകയാണെങ്കിലോ ആ ഒരു റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് ഡെയിലി ഒരു പ്രാവശ്യം ഒന്ന് വിളിച്ച് സംസാരിച്ച് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം ഇവിടെ പറയുക, ദാവീദിൻ്റെ ഇടയനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയും, ഞാൻ അധികാലത്ത് അന്വേഷിക്കും, ഉച്ചയ്ക്ക് അന്വേഷിക്കും, വൈകിട്ട് അന്വേഷിക്കും. അപ്പോൾ കർത്താവുമായിട്ട് നിരന്തരം ഒരു കോൺവെർസേഷൻ, ആ ഒരു ടൈം സ്പെൻഡിങ്, കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് നമുക്ക് ഇടയനോടുള്ള ബന്ധം ശക്തമാക്കാൻ കഴിയും. 2, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുക, അവൻ്റെ ശബ്ദം കേൾക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ആടുകൾക്ക് മാത്രമേ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവനെ പിന്തുടരാൻ പറ്റുള്ളൂ, ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഏത് ആടുകളാണോ ഇടയനെ ഫോളോ ചെയ്യുന്നത്, ആ ആടുകളുടെ ജീവിതത്തിലാണ് ഓവർഫ്ലോയിങ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇടയനെ ഫോളോ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന അബദ്ധത്തിൽ ചാടും. അപ്പം അതുപോലെ ഇടയനെ ട്രസ്റ്റ് ചെയ്യണം. ഇടയൻ ഏത് സമയത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം മനസ്സിലാകത്തില്ല, ഈ വഴി കൂടെ പോകുമെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കും, അയ്യോ ഈ വഴി കൂടെ ആണോ പോകേണ്ടത്? പക്ഷേ ആ വഴി ഫോളോ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. അതുപോലെ ദൈവവചനവുമായിട്ട് ക്ലോസ്ഡായിട്ട് നിൽക്കണം. വചനം നിരന്തരം വായിക്കണം. എപ്പോഴും വചനം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കണം. ആമേൻ. അവൻ്റെ സാന്നിധ്യത്തിൽ ആരാധനയിലിരിക്കുക. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇടയനുമായിട്ടുള്ള ബന്ധം ശക്തമാകുവാനും, ആമേൻ, ആ ബന്ധം ശക്തമാകുന്നതനുസരിച്ച് ഇടയനിൽ നിന്നും നമ്മളിലേക്കുള്ള ഒഴുക്കുണ്ടാകുവാനും കാരണമാകും.
അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തനം 23:1 പറഞ്ഞു, യഹോവ എൻ്റെ ഇടയൻ. ഇടയനാണോ? ഇടയനുമായിട്ട് നമുക്ക് എന്തുണ്ടാകണം? നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലൂടെ ആ ഒഴുക്കുണ്ടാകത്തുള്ളൂ, ആ കവിഞ്ഞൊഴുക്കുണ്ടാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ വർഷം നമ്മൾ ഫൈൻ ടൈം, നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുക. ഞാൻ കർത്താവിൻ്റെ കൂടെ ഇത്ര സമയം ചിലവഴിക്കും, കൂടുതൽ സമയം ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കും. കർത്താവിനോട് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ദൈവവചനം ധ്യാനിക്കും, ആരാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകണ്ടാകുന്നു, നിങ്ങളുടെ വീട്ടിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊന്നും ഇടപെടണം അല്ല. ബട്ട് ഇതിനിടയിലൊക്കെ കഴിഞ്ഞ വർഷം മെയിൻറ്റെയിൻ ചെയ്തതിനേക്കാൾ അധികം സമയം കർത്താവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുവാൻ ഒരു ഡിസിഷൻ എടുത്ത്, ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കി, ഒരു പ്രോഗ്രാം ചാർട്ട് ഉണ്ടാക്കി അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് അത്ഭുതമായി തീരുന്നത്. കർത്താവ് വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. കരമുയർത്തി പറ, വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.